ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴും നമുക്ക് കുറേ മനസ്സിൽ ഡൗട്ട്സ് ഉണ്ടാവും. ഇതിലെ സിലബസ് എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഇതിൽ എന്തൊക്കെ വേക്കൻസീസ് ഉണ്ട്, എത്ര കട്ട് ഓഫ് വരും, ഇങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. സാലറി എത്രയായിരിക്കും? യെസ് ഓ നോ? യെസ്, എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഡൗട്ടാണ്, വളരെ കോമൺ കാര്യമാണ്. സോ നമ്മൾ ഇന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് ഞാൻ IBPS PO എക്സാമിൻ്റെ സിലബസ്, എക്സാം പാറ്റേൺ, അതുപോലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ആൻഡ് ഓൾസോ ഡിസ്കസ് സാലറി എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എന്താണ് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം സാലറി അല്ലേ. സോ നമ്മളൊക്കെ സാലറി വെച്ച് തന്നെ തുടങ്ങാം. എത്രയാണ് IBPS PO ഒരാൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് സാലറി കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ എക്സാമിൻ്റെ നേച്ചർ എങ്ങനെയാണ്, പ്രിലിംസ്, മെയിൻസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, സിലബസ് എങ്ങനെയാണ്, വി വിൽ ഓൾസോ ഡിസ്കസ് ദ പ്രീവിയസ് ഇയർ തിങ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ സാലറി. ഇതാണ് നമുക്ക് ഒരു IBPS PO ക്ലിയർ ആയ ഒരാൾക്ക് കിട്ടുന്ന സാലറി പാക്കേജ്. സോ ഗ്രോസ് സാലറി അറൗണ്ട് 57,000 ആണ്. ഓക്കെ, ഇതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. സിറ്റിയും സ്റ്റേറ്റിൻ്റെ അനുസരിച്ച്, ഡിസ്ട്രിക്റ്റിൻ്റെ അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും. ആൻഡ് ഇൻ ഹാൻഡ് എല്ലാം കട്ടായിട്ട് നിങ്ങൾക്ക് ഒരു 52 മുതൽ 55 ഇടയ്ക്ക് സാലറി വരും. സോ ജനറലി വരുന്ന ബേസിക് പേ എന്ന് പറയുന്നത് 36,000 ആണ്. സോ ബേസിക് പേ എല്ലാവർക്കും സെയിം ആണ്. ഇറ്റ് ഈസ് 36,000. യെസ്. പിന്നെ സ്പെഷ്യൽ അലൗൻസ്. ഈ സ്പെഷ്യൽ അലൗൻസ് സാലറിയുടെ 7.75% ആയിരിക്കും. ആ എമൗണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഡിയർനെസ് അലൗൻസ് 23.87%. പിന്നെ ഇൻഫ്ലേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ CCA എന്ന് പറയുന്നത് സിറ്റി കമ്പൻസേറ്ററി അലൗൻസ്. ഇത് 3 തൊട്ട് 4%. നിങ്ങൾ ഏത് സ്ഥലത്താണോ പോസ്റ്റിംഗ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ലേണിംഗ് അലൗൻസ് ഉണ്ട് 600 rupees. DA അതേഴ്സ് 1,500. ഹൗസ് റെൻറ്റ് അലൗൻസ്, ഇത് ഹൗസ് റെൻറ്റ് അലൗൻസ് 5 to 9% വരെ ബേസിക് പെയ്ഡ് ആണ്. ബേസിക് പേ ഈ 36,000 5 to 9% നിങ്ങൾക്ക് 7 to 9% എന്ത് കിട്ടും? ഈ പറയുന്ന ഹൗസിംഗ് റെൻറ്റ് അലൗൻസ്. അപ്പോൾ ഗ്രോസ് സാലറി ഓൾമോസ്റ്റ് വരുന്നത് ഇത്രയാണ്. പിന്നെ അതിൽ ടാക്സും പിന്നെ പെൻഷനും എല്ലാം കൂടെ ഡിഡക്ട് ചെയ്തതിന് ശേഷം ഒരു 52,000 സംതിങ് ആണ് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നത്. ചെറിയ മാറ്റങ്ങളുണ്ടാവും സിറ്റിയുടെ അനുസരിച്ച്. ഓക്കെ, ഹൗസിംഗ് അലൗൻസ് ഒക്കെ മാറി വരുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. സോ സന്തോഷമായില്ലേ സാലറി കണ്ടിട്ട്? എന്തായാലും തുടക്കത്തിൽ നല്ല സാലറിയാണ്. യെസ്, ഇതാണ് ഒരു സാലറിയുടെ ഒരു സ്ലിപ്പ്, ഒരു എക്സാമ്പിൾ പോലെ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇനി കരിയർ ഗ്രോത്ത് എങ്ങനെയാണുള്ളത്? ഗ്രോത്ത് ഓപ്ഷൻസ്, നിങ്ങൾ ആദ്യം കയറുന്നത് പ്രൊബേഷണറി ഓഫീസറായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് മാനേജർ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് മിഡൽ മാനേജർ, സീനിയർ മാനേജർ, ചീഫ് മാനേജർ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഇങ്ങനത്തെ രീതിയിൽ പ്രൊമോഷൻസ് ഉണ്ട്. പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി നിങ്ങൾക്കത് ഗ്രോത്ത് ആവാൻ പറ്റും. ഓക്കെ, so it depends upon your performance and whatever you do in the test. Okay, next, ഇപ്പം നമ്മൾ 2025 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്ക്സ് ഏതൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റിൽ? ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. കാണുന്നില്ലെങ്കിൽ ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അങ്ങനെ 11 ബാങ്കുകളാണ് ജനറലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബാക്കി പല ബാങ്കുകളും അവർ ഇൻഡിവിജ്വൽ എക്സാംസ് നടത്താറുണ്ട്. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സി. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2025 വേക്കൻസി നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. 2024 ഉണ്ടായിരുന്ന വേക്കൻസിയാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അവർ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, നോട്ട് റിപ്പോർട്ടഡ് ആണ്. ബാങ്ക് ഓഫ് ബറോദ, ഇതിപ്പോൾ ടോട്ടൽ വേക്കൻസി 885. അതിൽ ജനറൽ കാറ്റഗറിക്ക് 361, ബാക്കിയുള്ള OBC അങ്ങനെയുള്ള കാറ്റഗറീസിന് ഇങ്ങനെയാണ്. SC ST EWS. ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാനറ ബാങ്കിന് 750 വേക്കൻസി ഉണ്ടായിരുന്നു. സെൻട്രൽ ബാങ്കിന് ടോട്ടൽ 15 ആണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി അവരാണ് അനൗൺസ് ചെയ്തിരുന്നത്. പിന്നെയുള്ള ഇന്ത്യൻ ബാങ്കിന് നോട്ട് റിപ്പോർട്ടഡ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 260, പഞ്ചാബ് നാഷണൽ ബാങ്ക് 200, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 360, യൂക്കോ ബാങ്ക് റിപ്പോർട്ട് ചെയ്തില്ല, യൂണിയൻ ബാങ്ക് റിപ്പോർട്ട് ചെയ്തില്ല. സോ കഴിഞ്ഞ വർഷം ടോട്ടൽ വേക്കൻസി ഉണ്ടായിരുന്നത് 3,955 ആണ്. അതിൽ ജനറൽ കാറ്റഗറിയിൽ 1,846, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 485, OBC 1,185, ST 322 ആൻഡ് SC 657. ഇത്രയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായ വേക്കൻസിയും അതിലുണ്ടായ റിക്രൂട്ട്മെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? You should have a graduation degree in any discipline from a recognized university by the central government. Yes. So നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യില്ല എക്സാമിന്, ആ സമയത്ത് നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാലിഡ് മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം.
ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അതാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി കംപ്ലീറ്റഡ് ആയിരിക്കണം. ഓക്കെ, സോ കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറഞ്ഞാൽ അത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അതവിടെ അതിനെക്കുറിച്ച് സ്പെഷ്യൽ ഇതൊന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് സീ ഏജ് ലിമിറ്റ്. സോ ഏജ് ലിമിറ്റ് നമ്മളെ ജനറൽ കാറ്റഗറിക്ക് 20 to 30 ആണ്. സോ മിനിമം 20 ഇയേഴ്സ്, മാക്സിമം 30 ഇയേഴ്സ് ജനറൽ കാറ്റഗറിക്ക്. OBCക്ക് ആകുമ്പോൾ 3 വർഷത്തെ ഏജ് റിലാക്ഷൻ ഉണ്ട്. SC STക്ക് 5 വർഷമുണ്ട്. ബാക്കിയുള്ള കാറ്റഗറീസിന് ഇങ്ങനെ പറഞ്ഞ ഏജ് റിലാക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഏജ് ഈ വർഷത്തേക്ക് വേണ്ടിയുള്ളത് 20 ഇയേഴ്സ് ആൻഡ് 30 എന്ന് പറയുമ്പോൾ നോട്ട് ഏർലിയർ ദാൻ 1994 ഈ ഒരു മാസം ഓഗസ്റ്റ് 2. ഓക്കെ, ആൻഡ് ഇത് അതുപോലെ 2004 ശേഷമുള്ളതാവരുത്. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറയുന്നത്. ആ 2 ഡേറ്റും ഇൻക്ലൂസീവ് ആണ്. ഓക്കെ, ഇനി ഫീസ് SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അവർക്ക് ഫീസ് എന്താണ് 175 റുപ്പീസാണ്. ജനറൽ ആൻഡ് അതേഴ്സ് 850 റുപ്പീസാണ് ഫീസ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ബേസിക്കാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ എക്സാം. നമുക്ക് ഈ വർഷത്തെ എക്സാമിൻ്റെ പ്രിലിംസ് ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ഓൾറെഡി കാലണ്ടർ വന്നിട്ടുണ്ട്. 4th, 5th, 11th October 2025 പ്രിലിംസ് നടക്കാൻ പോകുന്നത്. മെയിൻസ് 29th October എക്സാം മെയിൻലി 3 സ്റ്റേജിലാണ് നടക്കുന്നത്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. സോ നമുക്കിനി 1 by 1 ഇതിൻ്റെ സ്റ്റേജസ് നോക്കാം. ഓക്കെ, സോ പ്രിലിംസ് എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്? പ്രിലിംസ് എക്സാം നമുക്ക് ടോട്ടൽ 60 മാർക്സിൻ്റെ എക്സാം ആണ്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് 100 മാർക്സിനായിരിക്കും. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്സ്. അതിൽ ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക് 20 മിനിറ്റ്. ഇത് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ QA മാത്സിന് 35 ക്വസ്റ്റ്യന് 35 മാർക്ക് 20 മിനിറ്റ്. ആൻഡ് റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. ഈ 20 കൂടി ചേർത്താണ് 60 മിനിറ്റ്. ഇതെല്ലാം കൂടി 100 മാർക്ക്. ആൻഡ് ദിസ് ഇസ് ടോട്ടൽ 100 മാർക്സ്. സോ ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് എന്ന രീതിയിലാണ്. ഒരു നെഗറ്റീവ് ഇതായി കഴിഞ്ഞാൽ 0.25 മാർക്ക് കട്ടാവും. അതാണ് ഇവിടുത്തെ പ്രിലിംസിൻ്റെ എക്സാം പാറ്റേൺ. ഓക്കെ, നൗ വെൻ വി ടോക്ക് അബൌട്ട് മെയിൻസ് എക്സാം പാറ്റേൺ. മെയിൻസ് എക്സാമിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. അതിൽ സെക്ഷൻ A, സെക്ഷൻ B ഉണ്ട്. 2 സെക്ഷൻസും കമ്പൽസറി ആണ്. ചില ക്വസ്റ്റ്യൻസ് 2 മാർക്കിനായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് 1 മാർക്കിനായിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് അത് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് സെപ്പറേറ്റ് പേപ്പർ അല്ല. IBPS PO ആണെങ്കിൽ സെപ്പറേറ്റ് പേപ്പർ അല്ല. RRBക്കൊക്കെ വ്യത്യാസമുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു IBPS PO സെപ്പറേറ്റ് പേപ്പർ അല്ല, ഒറ്റ പേപ്പറിനകത്താണ്. ആൻഡ് ജനറലി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്ത് നോക്കുകയാണെങ്കിൽ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ക്വസ്റ്റൻസ് റീസണിങ് തന്നെയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റൻസ് കുറേ കാലമായി അവർ ചോദിക്കുന്ന നിർത്തിയിട്ട്. എനിവേസ് വരുവാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിൽ 45 ക്വസ്റ്റൻ ഉണ്ട്. മാർക്സ് 60 ആണ്. ആൻഡ് 1 മണിക്കൂർ സമയമുണ്ട്, 60 മിനിറ്റ് സമയമുണ്ട്. സോ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ചില ക്വസ്റ്റൻ 2 മാർക്കായിരിക്കും, ചില ക്വസ്റ്റൻ 1 മാർക്കായിരിക്കും. അതുകൊണ്ടാണ് 45 ക്വസ്റ്റന് 60 മാർക്ക് ആൻഡ് 60 മിനിറ്റ് സമയമുണ്ട്. അടുത്തുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതിലും 2 സെക്ഷൻസ് ഉണ്ട്. 2 സെക്ഷൻസും കമ്പൽസറി ആണ്. 35 ക്വസ്റ്റൻസ് ഉണ്ടാവും, 40 മാർക്ക്. ഇതിലും ചില ക്വസ്റ്റൻസ് ജനറലി റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ചില ക്വസ്റ്റൻസ് 2 മാർക്കിനായിരിക്കും. അതാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മീഡിയം ഓഫ് ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് മാത്രമാണ്. ഇംഗ്ലീഷ് ഒബ്വിയസ്ലി ഇംഗ്ലീഷ് മാത്രമായിരിക്കും. 40 മിനിറ്റ്. സോ 35 ക്വസ്റ്റൻ 40 മിനിറ്റ്, മാർക്സ് 40. ഇത് QA ആണ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഇതിൽ 2 സെക്ഷൻ, 2 കമ്പൽസറി ആണ്. 35 ക്വസ്റ്റൻസ്. ഇവിടെ 60 മാർക്സ് ആണ്. ഓക്കെ, ഇവിടെ 45 ക്വസ്റ്റൻ 60 മാർക്സ്, ഇവിടെ 35 ക്വസ്റ്റൻ 60 മാർക്സ്. ഇതിലും അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. ചില ക്വസ്റ്റൻസ് 2 മാർക്കുണ്ട്, ചില ക്വസ്റ്റൻസ് 1 മാർക്കുണ്ട്. സമയം 3/4 മണിക്കൂർ, 45 മിനിറ്റ്. പിന്നെ ഉള്ളത് ജനറൽ അവയർനെസ്. അതിൽ ജനറൽ ഇക്കണോമി, ബാങ്കിങ് അവയർനെസ് എല്ലാം കൂടി ചേർത്താണ്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ബാങ്കിങ് അവയർനെസ് ഉണ്ടാവും, സ്റ്റാറ്റിക് ബാങ്കിങ് അവയർനെസ് ഉണ്ടാവും. എല്ലാം കൂടി മിക്സ് ആണ്. 40 ക്വസ്റ്റൻസ് 40 മിനിറ്റ്സ്. 40 ക്വസ്റ്റൻസ് മിനിറ്റ്സ് അല്ല, 40 ക്വസ്റ്റൻസ് 40 മാർക്സ് 35 മിനിറ്റ്സ്. സോ ഇതെല്ലാം കൂടി ചേർത്ത് ഇതുവരെ നമ്മളെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ്. സോ ഇതിൽ 155 ക്വസ്റ്റൻസ് ഉണ്ട്, 200 മാർക്കാണ്, 3 മണിക്കൂർ സമയം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇതുണ്ട്, റിട്ടൺ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്, ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ റൈറ്റിംഗ്. ഓക്കെ, 2 ക്വസ്റ്റൻസ് ഉണ്ടാവും. ഒരു ലെറ്റർ റൈറ്റിംഗ്, ഒരു എസ്സേ റൈറ്റിംഗ് ക്വസ്റ്റൻ ഉണ്ടാവും. 2 കൂടെ ചേർത്ത് 25 മാർക്കാണ്. ഓക്കെ, അതിന് 1/2 മണിക്കൂർ സമയം നിങ്ങൾക്ക് കിട്ടും. സോ ടോട്ടൽ എന്ന് പറയുന്നത് ഈ 155 ക്വസ്റ്റൻസ് പ്ലസ് 2 ക്വസ്റ്റൻ 157 ക്വസ്റ്റൻ, 200 പ്ലസ് 25 225 ആൻഡ് ഇതും കൂടെ ചേർത്ത് 3.5 മണിക്കൂറാണ് നിങ്ങൾക്ക് മെയിൻസ് വരുന്നത്. മെയിൻസ് ക്ലിയർ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് നടക്കണത്? ഓക്കെ, സോ ഇൻ്റർവ്യൂ പ്രോസസ്സ് 100 മാർക്കിനാണ്. അതിൻ്റെ മിനിമം ക്വാളിഫൈങ് മാർക്സ് 40% ആണ്. സോ 100ൽ 40 മാർക്ക് എന്തായാലും എന്തുണ്ടാവണം, ഇൻ്റർവ്യൂ കിട്ടണം. 40% ക്വാളിഫൈങ് മാർക്കാണ്. അതേസമയം ഇത്
SC ST OBC PWD ഫിസിക്കലി ഹാൻഡിക്യാപ്പ് കാറ്റഗറിക്ക് 35% ക്വാളിഫയിങ് മാർക്ക്. ജനറൽ കാറ്റഗറിക്ക് 40% ക്വാളിഫയിങ് ആണ്. ഇൻ്റർവ്യൂവിൽ 100 മാർക്കിൽ 40 വേണം, മറ്റവർക്ക് 35 മതി. ഓക്കെ. പിന്നെ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂയുടെയും മാർക്സ് ക്യൂമുലേറ്റീവ് സ്കോർ എടുത്തിട്ട് അതിനെ 100 കൺവേർട്ട് ചെയ്യും. എന്നിട്ടാണ് മാർക്സ് ഇത് ചെയ്യണത്. നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അതിൽ 80% വെയിറ്റേജ് മെയിൻസിൻ്റെ സ്കോറിനാണ്, 20% വെയിറ്റേജ് ഇൻ്റർവ്യൂയുടെ സ്കോറിനാണ്. ഓക്കെ. ആ രീതിയിലാണ് ഫൈനൽ നിങ്ങളെ റിസൾട്ട് അനൗൺസ് ആവുന്നത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സിനെ 100 കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ആ കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ 80% ഏതിന് അലോട്ടഡ് ആയിരിക്കും, മെയിൻസിൻ്റെ മാർക്കിൽ നിന്നായിരിക്കും 80% പോയിൻറ്റ്സ് എടുക്കുന്നത്. അതേപോലെ 20% ഇവിടെ നിന്ന് എടുക്കും. ഓക്കെ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വാട്ട് വി സേ. നമ്മളെ ഇൻ്റർവ്യൂ പ്രോസസ്സ് മെയിൻസ് പ്രോസസ്സായി, പ്രിലിംസായി. ഇനി നമുക്ക് സിലബസ് നോക്കാം. ലുക്ക് അറ്റ് ദ സിലബസ്. റീസണിംഗ് അത് മാത്സിൻ്റെ സിലബസ്, ഇത് പ്രിലിംസിൻ്റെ സിലബസ് ആണ്. പ്രിലിംസിലും മെയിൻസിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല സിലബസ്. ഏകദേശം എല്ലാ ടോപ്പിക് സെയിം തന്നെയാണ്. ഇവിടെ സിംപ്ലിഫിക്കേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിക്സ്ചർ അലിഗേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സർട്സ് ആൻഡ് എൻഡൈസസ്, വർക്ക് ടൈം, ഡിസ്റ്റൻസ്, മെൻസുറേഷൻ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, നമ്പർ സിസ്റ്റം, സീക്വൻസസ്, സീരീസ്, പെർമുട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി. റീസണിംഗിൽ വരാണെങ്കിൽ ലോജിക്കൽ റീസണിംഗ്, alphanumeric series, ranking, direction, alphabet test, data sufficiency, inequality, sitting arrangement, puzzle, tabulation, syllogism, blood relation, input, output, coding, decoding. And English ആണെങ്കിൽ reading comprehension ഉണ്ട്, close test, parajumble, word usage, word swap, fill in the blanks, error detection, error spot, paragraph completion, one word substitution, miscellaneous. ഇതാണ് നമ്മളെ പ്രിലിംസിൻ്റെ സിലബസ്. ഓക്കെ. നൗ നമ്മളെന്തായാലും എല്ലാം ഇതേപോലത്തെ ടോപ്പിക്സ് നമ്മളെ ചാനലിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. സോ സിലബസ് അതാണ് ഞാൻ ഫാസ്റ്റ് പറഞ്ഞു. ഇവിടെ ഇതിനകത്ത് സിലബസിനകത്ത് എനിക്ക് വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഓക്കെ. സിമിലർലി ദിസ് ഇസ് ദ മെയിൻ സിലബസ്. ഈ മെയിൻസിൽ നമ്മൾ നേരത്തെ നോക്കിയില്ലേ, മെയിൻസിൽ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുള്ളത് എന്താണ്, QA പ്രിലിംസിലുള്ളത് തന്നെയാണ്. അവിടെ ഇല്ലാത്ത ചില ടോപ്പിക്സ് ഇവിടെ മെൻഷൻഡ് ആണ്. സോ ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ ലേറ്റർ ഓൺ. പിന്നെ ഉള്ളത് ജനറൽ അവയർനെസ് ആണ്. ഫൈനാൻഷ്യൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളേജ്, ജനറൽ അത്. പിന്നെ റീസണിങ്. പിന്നെ ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ്, മെമ്മറി, കീബോർഡ് ഷോർട്ട് കട്ട്സ്, കമ്പ്യൂട്ടർ അബ്രിവേഷൻ, മൈക്രോസോഫ്റ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ആൻഡ് ടെർമിനോളജീസ്. നിങ്ങൾ കുറേ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും ക്വസ്റ്റൻ എക്സാമിൽ വന്നിട്ടില്ല. ഓക്കെ. എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സെയിം ആണ് ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ. സോ ദിസ് ഇസ് ദ സിലബസ് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. ആൻഡ് ദെൻ നമുക്ക് കുറച്ച് കട്ട് ഓഫിൻ്റെ ഐഡിയയും കൂടെ എടുക്കാം. 2024 ഇത് പ്രിലിംസിൻ്റെ കട്ട് ഓഫാണ്. ഇത് നമ്മളെ കാറ്റഗറി വൈസ് കട്ട് ഓഫ് ആണ്. ഓക്കെ. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ജനറൽ OBCക്ക് എത്രയൊക്കെയാണ്. 2024 കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 48.50 ജനറൽ കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ്. SCക്ക് വന്നത് 48. സോ വലിയ ഡിഫറൻസ് ഇല്ല. OBCക്കും കട്ട് ഓഫ് സെയിം തന്നെയാണ് ജനറലിൻ്റെ. അതേപോലെ STക്ക് ഇത് 41. ഇക്കണോമിക്കലി വീക്കർ സെക്ഷനും ജനറൽ കാറ്റഗറി കട്ട് ഓഫ് തന്നെയാണ്. പിന്നെ ഇത് ബാക്കിയുള്ള അല്ലാത്ത കാറ്റഗറീസിൻ്റെ കട്ട് ഓഫാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഈ എല്ലാ എക്സാംസിനും ബാങ്കിൻ്റെ എക്സാംസിന് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. IBPS POക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ. നമ്മൾ ഈ ഓവറോൾ കട്ട് ഓഫ് കിട്ടുന്നത് പോരാതെ നമുക്ക് ഓരോ സെക്ഷൻ, നമ്മൾ സെക്ഷൻസ് നോക്കിയില്ലായിരുന്നു. പ്രിലിംസിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതാണ്ടോ, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ, റീസണിങ് 3 സെക്ഷൻസ് ഉണ്ട്. ഇതിന് ഈ 30 നമ്മൾ പറയണില്ലേ, അതിനൊരു മിനിമം മാർക്ക് എന്തായാലും കിട്ടിയേ പറ്റും. നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സ് സ്കോർ ചെയ്തിട്ട് ഇവിടെ ഉണ്ട് സെക്ഷണൽ ടൈമിങ്ങും ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. സോ ആരെങ്കിലും വേറെ 2 സബ്ജക്ട് നല്ല സ്കോർ ചെയ്ത് പക്ഷേ ഇതിലുള്ള മിനിമം കട്ട് ഓഫ് ക്യാരി ഇല്ലെങ്കിലും ഫൈനൽ ലിസ്റ്റിൽ വരില്ല. സോ മിനിമം കട്ട് ഓഫ് എന്തെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞ വർഷം വന്ന മിനിമം കട്ട് ഓഫ് 35 മാർക്സ് ആണ്. അതിൽ 7 കട്ട് ഓഫ് മാർക്ക് 7 ജനറലിന് വേണ്ടി. OBCക്ക് വേണ്ടി ബാക്കിയുള്ള കാറ്റഗറീസിന് 3.5. റീസണിങ് 35 ടോട്ടൽ മാർക്സ്. 6.5 ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്. 2.5 SC ST ബാക്കിയുള്ളവർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 30 മാക്സിമം മാർക്സ്. 10 കട്ട് ഓഫ് ജനറൽ കാറ്റഗറി. ആൻഡ് ഫോർ SC ST ആൻഡ് അതർ കാറ്റഗറീസ് ഇറ്റ് ഈസ് 6.75. ഇതാണ് നമ്മൾ 2024 പറയുന്ന പ്രിലിംസിൻ്റെ കട്ട് ഓഫ്. ഇനി ഇത് മെയിൻസിൻ്റെ സെക്ഷണൽ കട്ട് ഓഫ് ആണ്. മെയിൻസിൻ്റെ 2024 മെയിൻസിൻ്റെ കാറ്റഗറി വൈസ് കട്ട് ഓഫ് ഞാൻ നോക്കിയിട്ട് ഇവിടുന്ന് കിട്ടിയില്ല. എന്തായാലും ഫൈനൽ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. റീസണിങ്ങിന് മെയിൻസിന് നമുക്ക് 60 മാർക്സിനാണ് കട്ട് ഓഫ് ഉണ്ടോ. ജനറൽ കാറ്റഗറി ഇക്കണോമിക് റിക്വസിഷൻസ് 5.7 ബാക്കി 2.75. ഇത്രയെങ്കിലും മിനിമം കിട്ടണമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നല്ല മാർക്ക് ഉണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല. യുൽ ഗോ ഡൗൺ. ഇത് ബാങ്കിങ് അവയർനെസ്സിന് 2, 1. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ടോട്ടൽ മാർക്സ്. 7.75 ജനറലിന്. ബാക്കിയുള്ളതിന് ജനറൽ EWSനും. പിന്നെ ഇത് മാത്സ് ആണ്. 60 2.25 ജനറലിന് 1 മാർക്കാണ് SC STക്ക്. ഇത് കിട്ടിയാൽ ക്ലിയർ ആവുന്നല്ല കേട്ടോ ഞാൻ പറയണം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് 25
10 ജനറലിനുള്ള കട്ട് ഓഫ്, 8.75 ബാക്കി ജനറലും EWSനും. ഓക്കെ, ഇതാണ് 2024 ഫൈനൽ ലിസ്റ്റ്. ഓക്കെ, ഫൈനൽ ഞാൻ പറഞ്ഞില്ല 100 ആക്കിയിട്ട് ഉണ്ടോ, ഔട്ട് ഓഫ് 100 മാർക്സ് ആണ്. ഇൻ്റർവ്യൂ മെയിൻസിൻ്റെ സ്കോറ് അതിനെ 100 ചുരുക്കിയിട്ട് കിട്ടിയ മാർക്സ് ആണ്. ഈ അൺറിസർവ്ഡ് കാറ്റഗറി ജനറൽ കാറ്റഗറിക്ക് 58.47 ആണ് ജനറൽ കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ്. OBCക്ക് നോൺ ക്രീമി ലെയറിന് 49.42, SC/ST 48.64, ST 44.64. ഓക്കെ, ആൻഡ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 48.53. ബാക്കിയുള്ളത് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റും മറ്റ് എക്സ് മിലിറ്ററി അവർക്ക് വേണ്ടിയൊക്കെ ഉള്ളതാണ്. ഓക്കെ, സോ ഇത് മാക്സിമം സ്കോർസാണ്, താഴെയുള്ളത് മിനിമം സ്കോർസാണ്. ഓക്കെ, ഫൈൻ. ഇനി ലെറ്റ്സ് സി, ഇത് നമുക്ക് 2024 കഴിഞ്ഞു. ഇനി 2023 കൂടെ നോക്കാം. 23 പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിൽ 54.25. ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. OBCക്ക് ജനറൽ കാറ്റഗറിക്ക് വലിയ വ്യത്യാസമില്ല. SC ഇക്കണോമിക് അവർക്ക് 3 ഒരേ കട്ട് ഓഫ് തന്നെയാണ്. SCക്ക് 49.5 ആൻഡ് STക്ക് 43. ഓക്കെ, സോ OBC, EWS, ജനറൽ കാറ്റഗറി ഉണ്ടെങ്കിലും എല്ലാവരും കട്ട് ഓഫ് സെയിം തന്നെയാണ്. അവരുടെ സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 4.25 ഔട്ട് ഓഫ് ജനറലിന് 7, മറ്റേത് 4.25, റീസണിങ്ങിന് 10, 5.75 ആൻഡ് ഇംഗ്ലീഷിന് 11.5, 8.25. ഓക്കെ, 2023 നമുക്ക് കാറ്റഗറി വൈസ് കട്ട് ഓഫ് ഉണ്ട്. അതെങ്ങനെ നോക്ക്. മെയിൻസിൻ്റെ ആണ്. മെയിൻസിന് കാറ്റഗറി വൈസ് കട്ട് ഓഫ് 63 ആണ്. ഓക്കെ, പിന്നെ OBCക്ക് 62.5, SC/ST 50.25, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 61, ആ രീതിയിൽ. പിന്നെ അവിടെ ഇതാണ് നമ്മളെ സെക്ഷൻ വൈസ് കട്ട് ഓഫ്. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇതിൽ ജസ്റ്റ് ഞാൻ കമ്പാരിസണിന് വേണ്ടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം നിങ്ങൾ എവിടെ വരെയാണ് എത്തേണ്ടത്, അതിന് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് ഇതാണ് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ്. ഇവിടെ നമ്മൾ കണ്ടില്ലേ 63 കിടക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇവിടെ ഫൈനൽ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി 57. ഇത് ആക്ച്വലി 100 ആക്കിയതിന് ശേഷം മറ്റേ ഇൻ്റർവ്യൂയുടെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന സ്കോറാണ്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സോ ലെറ്റ്സ് സി നൗ. 2023 മെയിൻസിൽ വന്നത് 57.93 ആണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഔട്ട് ഓഫ് 100. ആ മാർക്ക് കിട്ടിയവർ സിലക്ട് ആയിട്ടുണ്ട്. OBC ഇതാണ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 46.56, OBC 47.58, SC/ST 47.13 ആൻഡ് ST 45.27. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ അതാണ് ഞാൻ വായിച്ച് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇനി 2022 നോക്കി പോകേണ്ട കാര്യമില്ല. So I hope you got a brief idea about what the examination is all about. എന്തൊക്കെയാണ് അതിൽ വരുന്നത്, എക്സാമിൻ്റെ സ്റ്റേജസ് എന്താണ്, എന്തൊക്കെ നിങ്ങൾക്ക് എത്ര സ്കോർസ് വേണം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി, സിലബസ് എന്താണ്, എങ്ങനെ പഠിക്കണം, അത് നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടാം എങ്ങനെ പഠിക്കണം എന്നുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.